ഹലോ, എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ടുള്ള, അതായത് ഓട്സ് ദോശ. പലർക്കും ഓട്സ് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. ഈവൻ ഞാനടക്കം ഓട്സ് കഴിക്കാൻ ഭയങ്കര പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഓട്സും എഗ്ഗൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ദോശ രീതിയിൽ അല്ലെങ്കിൽ പിന്നെ ഓംപ്ലേറ്റ് പരുവത്തിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് നമുക്ക് ഒനിയന്, കൊറിയാണ്ടർ ലീവ്സ്, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, ഓട്സ്, സാൾട്ട്, എഗ്ഗ്, പിന്നെ ഒലീവ് ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ആദ്യം നമുക്കിത് മൊത്തത്തിലൊരു ബൗളിലേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം കാണാം, എങ്ങനെയാണെന്ന് കാണാം. ആദ്യം ഒരു ബൗളിലേക്ക് ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എഗ്ഗ് ഓപ്ഷൻസാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന. ഇപ്പോൾ 2 എഗ്ഗോ 3 എഗ്ഗോ അതിനനുസരിച്ച് നിങ്ങൾ ഇടുക. ഞാനൊരു ഒനിയൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുള്ളത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്യാം. കൊറിയാണ്ടർ ലീവ്സ് നിങ്ങൾ കുറച്ച് അതും ചെറുതായിട്ട് കട്ട് ചെയ്യാം, അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഗ്രീൻ ചില്ലി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്, അതും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്ന. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓട്സ് ഞാൻ 30 ഗ്രാം ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് എടുത്തിട്ടുള്ളത് 30 ഗ്രാം, അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്സ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി തരുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം പാനിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ ഒരു 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. നന്നായിട്ട് ബ്രഷ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും എഗ്സെല്ലാം കൂടെ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. യെസ്, നമുക്കൊരു ഓംപ്ലേറ്റ് പരുവത്തിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതി. ഒരുപാട് ടൈം ചിലവാക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ നമുക്ക് ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റും. എസ്പെഷ്യലി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഓട്സ് വെള്ളത്തിൽ അല്ലെങ്കിൽ അങ്ങനെ കഴിച്ച് ബുദ്ധിമുട്ടണ്ട, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. യെസ്, അപ്പോൾ നമ്മൾ ഓട്സ് ദോശ അല്ലെങ്കിൽ ഓട്സ് എഗ്ഗ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മസ്റ്റായിട്ട്. അത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ എടുക്കാം അല്ലെങ്കിൽ ഡിന്നറായിട്ടും എടുക്കാം. സോ സ്റ്റേ ട്യൂൺ.